യെസ്, ഓക്കെ. അപ്പം എല്ലാരും റെഡി അല്ലേ? മെഡിറ്റേഷനൊക്കെ ചെയ്തോ? ലാസ്റ്റ് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടോ? അത് എനിക്ക് മാത്രമാണോ, നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ലാസ്റ്റ് കേൾക്കാൻ പറ്റിയില്ല കുറേശ്ശെ. ഓക്കെ ഓക്കെ, ഫൈൻ. സോ നിങ്ങൾക്കറിയാം, ഇന്ന് നമ്മുടെ റസാഖ് സാറ് സെഷനാണ് വരുന്നത്. അപ്പം നമ്മൾ ഒരുപാട് ഇത് കേട്ടിട്ടുണ്ട്, മീൻസ് ട്രൂ ലവ് അല്ലെങ്കിൽ ഫേക്ക് ലവ്, അങ്ങനെ ഒരുപാട് ലവിനെ കുറിച്ചിട്ട് ഒരുപാട് വേർഡ്സ് നമുക്കറിയാം. പക്ഷെ ഗ്രീൻ ലവ് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ? നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഗ്രീൻ ലവ് എന്നുള്ളത്? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പം റസാഖ് സാറ് ടോപ്പിക് വരുന്നത് ഗ്രീൻ ലവ് എന്ന ടോപ്പിക്കാണ്. സോ എന്താണ് ഇതിനെക്കുറിച്ച് റസാഖ് സാറിന് പറയാനുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഇന്നത്തെ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ റസാഖ് സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. റസാഖ് സാർ, പ്ലീസ് വെൽക്കം. താങ്ക് യു. എല്ലാവരും ഒന്ന് മാജിക് മോർണിംഗ് ഒരു ടൈപ്പ് ചെയ്ത് വിട്ടെ, നോക്കട്ടെ ആരൊക്കെ ഉള്ളത്. മാജിക് മോർണിംഗ് ഒന്ന് ടൈപ്പ് ചെയ്ത് വിട്ടെ, ഒന്ന് കാണട്ടെ. കുറെ ആളുകൾക്ക് നെറ്റ്വർക്കിന്റെ ഇഷ്യൂ 1-2 ദിവസമായിട്ട് ഉണ്ട് തോന്നുന്നു. പെട്ടെന്ന് കട്ടാകുന്നുണ്ട്. അഫിനിസ, മിണിസാറ്, ഓക്കെ, രഞ്ജിത്ത് സാർ കഴിഞ്ഞോ? ഷൈമിന, ഓക്കെ, താങ്ക് യു. ഒരുപാട് ആൾക്കാർ മാജിക് മോർണിംഗ് വിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗ്രീൻ ലവ് ഇതിന്റെ മുമ്പ് കേട്ടിട്ടില്ല അല്ലേ ജാസ്മീന്? ലവിന്റെ ശരിക്ക് കളറ് നമ്മൾ ഇതുവരെ കണ്ടത് ഒരു റെഡ് കളറായിരിക്കും അല്ലേ? റെഡ് കളർ അല്ലേ കണ്ടിട്ടുള്ളത്? ഓക്കെ, നമുക്ക് നോക്കാം എന്താ സംഭവം. അതിനു മുമ്പ് ശവൻ ചക്രാസ് എന്ന സംഭവം കേട്ടതായിട്ട് പരിചയമുള്ള ആരെങ്കിലും ഉണ്ട് അതില്? ശവൻ ചക്രാസ് ഒരു മെഡിറ്റേഷന്റെ പേരാണ്. ആർക്കെങ്കിലും അറിയോ ശവൻ ചക്രാസ് മെഡിറ്റേഷൻ? കേട്ടിട്ടുണ്ട്. അവർ പറയണത് ചെയ്തിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്, സാറ് ക്ലാസ് എടുത്തിട്ടുണ്ട്. അതില് ഹാർട്ടിന്റെ അഥവാ ഹാർട്ട് ചക്രയുടെ കളർ എന്താണ്? അനാഹത ചക്രാണ്. ഹാർട്ട് ചക്രയുടെ കളറ് ഗ്രീന്. ഗ്രീന് ആരെ പറഞ്ഞു ഗ്രീന്? ഷൈമിനെ. വേറെ ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? ടൈപ്പ് ചെയ്തോളൂ നിങ്ങൾ. ചിലപ്പോ ഗ്രീൻ അല്ലാതിരിക്കാൻ സാധ്യതയുണ്ട്. ഹാർട്ട് ചക്രയുടെ കളർ എന്താണ്? ഹാർട്ട് ചക്രയുടെ മന്ത്രം എന്താണെന്ന് അറിയോ? ഹാർട്ട് ചക്രയുടെ മന്ത്രം ഓമാണോ സാറേ? ഓം എന്നാണോ? അതല്ല. ഓക്കെ, അതിന്റെ അഫർമേഷൻ അറിയോ? ഐ ലവ് യു. അറിയില്ല? ഐ ലവ് യു എന്നാണ്. അപ്പോ ഒരു സ്നേഹചക്ര ആണ് ഹാർട്ട് ചക്ര. നമുക്കറിയാം, നമ്മളൊക്കെ ഒരു ശക്തിയിൽ വിശ്വസിക്കുന്നവരാണ് അല്ലേ? പ്രാപഞ്ചികമായ ഒരു ശക്തിയിൽ വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ആ പ്രാപഞ്ചികമായ ശക്തിയിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ അവർക്കൊക്കെ ഒരു കർമ്മമുണ്ടാവും, അഥവാ ഒരു ചിട്ടയായ ജീവിതം ഉണ്ടാവും. അത് സ്വീകരിച്ചവർക്ക് സ്വീകരിക്കാം, ഇല്ലാത്തവർക്ക് സ്വീകരിക്കാതിരിക്കാം അല്ലേ? എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായിരിക്കുന്ന ഒരു ചിട്ടയായ ജീവിതമുണ്ട്. അതില്ലേ? അതില്ലാത്ത ഏതെങ്കിലും മതങ്ങളുണ്ടോ?
ബുദ്ധമതത്തിന് മെഡിറ്റേഷനാണ് ചിട്ട, അല്ലെ? ഇസ്ലാം മതത്തിന് നമസ്കാരമാണ് ചിട്ട. അതേപോലെ തന്നെ അമ്പലം, രാവിലെ അമ്പലത്തിലൊക്കെ പാട്ടൊക്കെ ഉണ്ടാവും. അത് കേട്ടിട്ട് ഉറങ്ങുന്ന ആൾക്കാർക്ക് ഇത് ബാധകമല്ല. പാട്ടൊക്കെ കേട്ടിട്ട് അവിടെ പോയിട്ട് ഒന്ന് തൊഴുത് തിരിച്ചു പോരുന്ന ആൾക്കാർക്കാണ് അത് ബാധകമുള്ളത്. അപ്പൊ ഒരു ചിട്ടയായ ഒരു ജീവിതം ഉണ്ടാവും. അതിരാവിലെ ഉണർന്ന് കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി അല്ലെങ്കിൽ പള്ളിയിലൊക്കെ പോയി അല്ലെങ്കിൽ ഒരു കർമ്മങ്ങള്, എന്ത് കർമ്മമാണെങ്കിലും ശരി, എല്ലാ കർമ്മങ്ങളും ഒന്നിലേക്കാണ് എത്തിച്ചേരുന്നത്. അതറിയില്ല. എല്ലാ കർമ്മങ്ങളും ഒന്നിലേക്കാണ് എത്തിച്ചേരുന്നത്. പല വിശ്വാസക്കാര് പല കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും എത്തിച്ചേരുന്നത് ഒരു ശക്തിയിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെയും ആഗ്രഹം എന്തായിരിക്കും? എനിക്ക് ആ ശക്തിയുമായി കൂടുതൽ അടുക്കണം എന്നായിരിക്കും, അല്ലേ? എല്ലാവരുടെയും ആഗ്രഹം എന്തായിരിക്കും? എനിക്ക് ആ ശക്തിയുമായി കൂടുതൽ അടുക്കണം, അഥവാ ദൈവത്തോട് അടുക്കണം, അള്ളാഹുവിനോട് അടുക്കണം എന്ന വിശ്വാസത്തോടു കൂടി തന്നെയാണ് എല്ലാവരും പോട്. പക്ഷേ സെവൻ ചക്രാസിൽ ഒരു നിയമമുണ്ട്. ഒരാൾ ശ്രമിച്ചാൽ ഹാർട്ട് ചക്ര വരെ വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കും. ഒരാൾ ശ്രമിക്കുകയാണെങ്കിൽ ഹാർട്ട് ചക്ര വരെ ഒരാൾക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കും. പക്ഷെ ഹാർട്ട് ചക്ര കടക്കാൻ കുറച്ച് പ്രയാസമാണ്. കാരണം ഹാർട്ട് ചക്രയുടെ താഴെ പറയുന്ന എല്ലാ ചക്രങ്ങളും, അതായത് മൂലാധാരം, മറ്റു ചക്രങ്ങളൊക്കെ ഈ ലോകവുമായി ബന്ധപ്പെട്ടതാണ്. ഈ ലോകത്ത് നേടിയെടുക്കേണ്ട കാര്യങ്ങളും ഈ ലോകത്ത് നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഹാർട്ട് ചക്രയുടെ മുകളിൽ പറയുന്ന, അതായത് തോട്ട് ചക്ര അല്ലെങ്കിൽ തേർഡ് ഐ ചക്ര, അതൊക്കെ ദൈവികമായ കുറെ കാര്യങ്ങളുമായി ഉൾക്കൊള്ളുന്നതാണ്. അഥവാ ഈ പ്രപഞ്ച ശക്തിയുമായി കൂടുതൽ അടുക്കാനുള്ള ചക്രയാണ്. പക്ഷെ ഹാർട്ട് ചക്ര ഇതിന്റെ രണ്ടിന്റെയും നടുവിലുള്ള ഒരു പാലമാണ്. അതറിയോ? ഹാർട്ട് ചക്ര ഈ രണ്ടിന്റെയും ഇടയിലുള്ള ഒരു പാലമാണ്. അഥവാ ഈ പാലം കടന്നാൽ മാത്രമേ ഒരാൾക്ക് എന്താകാൻ സാധിക്കുള്ളൂ? ആ ചൈതന്യത്തിലേക്ക് കുറച്ചുകൂടെ അടുക്കാൻ സാധ്യമാവുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ പാലം കടക്കല് ഓരോ മനുഷ്യന്റെയും അല്ലെങ്കിൽ ഓരോ മതക്കാരന്റെയും ആഗ്രഹം തന്നെയായിരിക്കും. ഒരു സംശയവും വേണ്ട. നമ്മളൊക്കെ എന്തിനാണ് പ്രയത്നിക്കുന്നത്? ഈ പാലത്തിന്റെ അപ്പുറം കിടക്കാനാണ്. ഈ പാലത്തിന്റെ കളറ് ശരിക്കും പച്ചയാണ്. അഥവാ ഹാർട്ട് ചക്രയുടെ കളറ് ഗ്രീനാണ്. ഗ്രീൻ കൊടുക്കാനുള്ള കാരണം ഈ പവറിനൊരു ശക്തിയുണ്ട്. ആ ശക്തി സ്നേഹം മാത്രമാണ്. വേറെ അവിടെ ഒരു ബാധകമല്ല, ആർക്കും ഒന്നും ബാധകമല്ല. സ്നേഹം എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ ലവ് ആണ്. അതായത് എൻ്റെ ഒരു കുഞ്ഞ് ഇവിടെ വീണാൽ, എൻ്റെ ഒരു കുട്ടി ഇവിടെ വീണാൽ ഞാൻ ആ കുട്ടിയെ എത്രമാത്രം പരിചരിക്കും, എത്രത്തോളം സ്നേഹത്തിൽ അവനോട് പെരുമാറും, അതേപോലെ തന്നെ എൻ്റെ അയൽവാസിയായ കുട്ടി വീണാലും ഞാൻ കാണിക്കണം. അത് മണിസാറ് കുട്ടിയല്ലേ, വേണമെങ്കിൽ എണീറ്റോളും എന്ന് പറഞ്ഞിട്ട് പോകാൻ പാടില്ല. അല്ലേ? അത് മണിസാറ് കുട്ടി, അത് വേണമെങ്കിൽ എണീറ്റോളും പറഞ്ഞിട്ട് ഞാൻ പോന്നാൽ എൻ്റെ അൺകണ്ടീഷണൽ ലവ് തെറ്റിപ്പോകും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാനും നിങ്ങളൊക്കെ അതിയായ ആഗ്രഹത്തോടു കൂടി പരിശ്രമിക്കുന്നത് എന്തിനാണോ ആ കാര്യം നേടിയെടുക്കാനുള്ള യഥാർത്ഥമായ കർമ്മത്തിലേക്ക് നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ട്, അമ്പലത്തിൽ പോകുന്നുണ്ട്, ചർച്ചിൽ പോകുന്നുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷെ നമ്മൾ ഇവിടെ നമ്മളുടെ ആ കർമ്മം നമ്മൾ നിർവഹിച്ചില്ല.
നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് കർമ്മങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കർമ്മം എന്താണ്? എല്ലാവരെയും സ്നേഹിക്കുക. അത് മരങ്ങളായാലും ശരി, പക്ഷികളായാലും ശരി, മൃഗങ്ങളാണെങ്കിലും ശരി, മനുഷ്യരാണെങ്കിലും ശരി, അൺകണ്ടീഷണൽ ലവ്. അപ്പൊ നമ്മള് ഹാർട്ട് ചക്രയുടെ ആ കളർ ബേസ് ചെയ്തിട്ടാണ് നമ്മളിന്ന് സംസാരിച്ചത്. അപ്പൊ കളറ് ഗ്രീൻ ലവ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന ലവിന്റെ കളറ് കറുപ്പല്ല, ചുവപ്പാണ്. അവിടെ ഒരു ചെറിയ അടയാളം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ചെറിയൊരു അപകടം കൂടിയാണ്, ഇല്ലേ? ഒരു അപകടം കൂടി ഇല്ലേ കളറിന്? ഇവിടെ ഗ്രീന്റെ കളറ് നിങ്ങൾ മുന്നോട്ട് പോകാം, ഭയപ്പെടേണ്ട എന്നാണ് നമ്മളെ മനസ്സിലാക്കുന്നത്. ഗ്രീൻ എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകാം, നിങ്ങൾ ഭയപ്പെടേണ്ട, പോയിക്കോളൂ. പക്ഷെ മറ്റതില് ചെറിയൊരു കളർ മാറ്റമുണ്ട്. ഒന്ന് നിന്നിട്ട് വേണം, ചിന്തിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഇന്നത്തെ സാഹചര്യത്തിൽ അത് കുറച്ച് കുറവാണെന്ന് ഞാൻ അവകാശപ്പെടും. കാരണം ഏകദേശം ഒരു 20 അല്ലെങ്കിൽ 22 വയസ്സ് വരെ നമ്മളെ സംരക്ഷിച്ചു പോന്ന, നമുക്ക് ഭക്ഷണം നൽകിയ നമ്മുടെ മാതാപിതാക്കൾ, അവരുടെ ഒരു സൗണ്ട് കേൾക്കാൻ ഒരു കാലത്ത് നമ്മൾ വളരെ ആഗ്രഹിച്ചിരുന്നു, അല്ലേ? അവരുടെ സൗണ്ട് കേട്ടാൽ ഓടി ചെന്നിരുന്നു, ഉമ്മ കൊടുത്തിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക്. അത് വിട്ടിട്ട് മറ്റൊരാളെ കൂടെ ഇറങ്ങിപ്പോകുമ്പോ അതൊരു റെഡ് കളർ തന്നെ അല്ലേ മണി സാറ്? ഇല്ലേ? സംശയം ഉണ്ടോ? റെഡ് കളർ തന്നെയാണ് അല്ലേ? അപ്പൊ വെറുതെ അല്ല അവരെ ഇനി റെഡ് കളർ കൊടുത്തിട്ടുള്ളത്. ആ റെഡ് കളറിലുള്ള ലവ് ചിഹ്നം കൊടുക്കാനുള്ള കാരണം എന്തായിരിക്കും? ചിലപ്പോ അതായിരിക്കും. അത് നമ്മൾ പറയാട്ടോ, ഉറപ്പില്ല. അവരെന്തുദ്ദേശത്തിലാണ് കൊടുത്തുള്ളത്, ഒരു ഉദാഹരണം പറഞ്ഞു മാത്രം. ഒരു അപകടകരമായ, അതായത് നമ്മളെ ലക്ഷ്യം തെറ്റിപ്പോകുന്ന എന്ന് പറഞ്ഞാൽ ഈശ്വരീയ സന്നിധാനത്തിലേക്ക് എത്തിച്ചേരാനുള്ള ആ വഴിയെ തടസ്സപ്പെടുത്തുന്ന, അതായത് മാതാപിതാക്കളെ എതിർത്ത് അവരെ വെറുപ്പിച്ച് അല്ലെങ്കിൽ അവരെ മോശമാക്കി തരം താഴ്ത്തി കളഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ആ പോക്ക് നമുക്ക് നാളെ അപകടത്തിലേക്കാണ് എന്ന് സൂചന നൽകുന്നതായിരിക്കും ചിലപ്പോ ആ റെഡ് കളർ. മറ്റേത് ഗ്രീൻ കളറിന് അങ്ങനെ ഒരു വിഷയം വരുന്നില്ലല്ലോ. അൺകണ്ടീഷണൽ ആയിട്ടല്ലോ, അങ്ങനെ ഒരു വിഷയം വരുന്നില്ല. കാരണം നമ്മൾ മറ്റൊരു ഉദ്ദേശമില്ലാതെ തന്നെ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ആ ഒരു ലവ്, ആ ഒരു കെയർ അവിടെ കൊടുക്കുന്നു എന്നുള്ളൂ. നമ്മൾക്ക് മറ്റു ഉദ്ദേശങ്ങളൊന്നും ഇല്ല അവിടെ. അപ്പൊ മറ്റു ഉദ്ദേശങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരെയും ആത്മാർത്ഥമായി സ്നേഹിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. എവിടേക്ക്? നിങ്ങൾ ഉദ്ദേശിച്ച സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതല്ലാതെ നമ്മൾ നേരെ വിപരീതമായി മുന്നോട്ട് പോകുകയും എന്നിട്ട് കർമ്മങ്ങളിലൊക്കെ ഞാൻ മുൻപന്തിയിലുണ്ട്, പക്ഷെ ചില കർമ്മങ്ങളിൽ, അതായത് ഈ ലവിന്റെ കാര്യത്തിൽ ബേക്കിലാണെങ്കിൽ പോലും നമ്മൾ വഴി തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പൊ വഴി തെറ്റാതിരിക്കുകയിൽ നമ്മൾ ലക്ഷ്യമാണെങ്കിൽ, ശരിക്ക് ഖുർആനിലൊക്കെ പറയുന്നില്ല, ഇതിന് സിറാത്തുൽ മുസ്തഖീം, നേരായ വഴിയിൽ, ശരിയായ വഴിയിൽ പോകുക. അപ്പൊ ശരിയായ വഴിയിൽ സഞ്ചരിക്കണമെങ്കിൽ നമ്മുടെ എന്തായിരിക്കും, നമ്മുടെ വീട്ടിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മറ്റു നാട്ടിലുള്ള പ്രവർത്തനങ്ങളൊക്കെ അൺകണ്ടീഷണൽ ലവിലായിരിക്കണം പോകേണ്ടത്. ഇപ്പോ ഉദാഹരണത്തിന് മണിസാറിനൊരു വീട്ടിലേക്കൊരു വഴിയില്ല, എന്നാൽ വഴി കൊടുക്കാൻ എൻ്റെ അടുത്ത് സ്ഥലവുമില്ല. അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലല്ലോ, ഉണ്ടോ? ഇല്ല. കാരണം
എൻ്റെ അടുത്ത് സ്ഥലമില്ല വഴി കൊടുക്കാൻ. മണിസാറിന് വഴി ഇല്ല. പക്ഷെ മണിസാറിന് വഴി കൊടുക്കുന്ന ഒരാളുണ്ട്. ആരാ? ബഷീർ സാർ കൊടുക്കും എന്ന് പറഞ്ഞു. ബഷീർ സാർ പറഞ്ഞു ഞാൻ കൊടുക്കാം. അപ്പൊ ഞാൻ ബഷീർ സാറിനെ വിളിച്ചിട്ട്, ബഷീർ സാറ് എന്തിനാ ഇപ്പൊ മണിസാറിന് നിങ്ങൾ സ്ഥലം കൊടുക്കുന്നുണ്ട്? 1 സെന്റ് സ്ഥലം പോവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര നഷ്ടല്ലേ? എത്ര രൂപ കിട്ടും? അയാൾക്ക് വഴി കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമുള്ളത്? ഈ പണി നമ്മൾ ചെയ്തിട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തം ആളാണ് എന്ന് പറഞ്ഞാൽ അത് റെഡ് കളർ തന്നെയാണ്. അതെ, ചുവപ്പ് കളറാണ്. അപ്പൊ ഗ്രീൻ ലവ് വേറാണ്, റെഡ് ലവ് വേറാണ്. അത് രണ്ട് ലവ് ആണ്. അപ്പൊ ലവ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒരേപോലെ അല്ല. നമ്മളെപ്പോഴും മനസ്സിലാക്കുക, നമ്മുടെ കർമ്മങ്ങളിലൂടെ മാത്രമേ ഒരാൾക്ക് ആ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് അല്ലെങ്കിൽ 7 ചക്രാസിന്റെ ആ ഒരു ത്രോട്ട് ചക്രയിലേക്ക് കയറാൻ പ്രവേശനമുള്ളൂ. ആർട്ടചക്ര കടന്നാൽ ചെല്ലുന്നത് എവിടേക്കാണ് അറിയോ? ത്രോട്ട് ചക്ര, അതായത് തൊണ്ട ചക്ര എന്ന ചക്രയിലേക്കാണ്. അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് വേണം 3rd ചക്രയിലേക്ക് എത്താൻ. മനുഷ്യൻ ഒരു ആള് മെഡിറ്റേഷൻ ചെയ്തു എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്തു എന്ന് വിചാരിച്ചിട്ടൊന്നും ഒരാള് 7 ചക്രാസ് ചെയ്തിട്ടുണ്ട് എന്ന് അവകാശപ്പെടാൻ സാധ്യമല്ല. എവിടെ വരെ? ആർട്ട് ചക്ര വരെ ഓക്കെയാണ്. നോ പ്രോബ്ലം. പക്ഷെ ആർട്ട് ചക്ര കടന്നു കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. അതിന് നമ്മുടെ ജീവിതം തന്നെ മാറ്റി എഴുതണം. എല്ലാവരെയും അതിൻ്റെതായിരിക്കുന്ന ഒരു ലെവല് വെച്ച് സ്നേഹിക്കുക തന്നെ വേണം. ഒരു പ്രശ്നവും കേട്ടോ, ഒരു പ്രശ്നമില്ല. തെറ്റിദ്ധാരണകളൊന്നും വേണ്ട. ഒരാൾ എന്നോട് ചോദിച്ചതാണ്, മറ്റൊരാളെ ഭാര്യയെ നമുക്ക് സ്നേഹിക്കാമോ? സ്നേഹിക്കാം. പക്ഷെ എന്ത് വേണം? ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കുന്ന ആ ലെവലിൽ സ്നേഹിക്കണം. മറ്റൊരു ലക്ഷ്യം പാടില്ല അവിടെ. മറ്റൊരു ലക്ഷ്യം ഇതിന്ന് പോയില്ലേ, ഇതിന്ന് പോയി, ഈ റൂട്ടിൽ നിന്ന് പോയി. അപ്പൊ റൂട്ട് തെറ്റാൻ പാടില്ല. റൂട്ട് കറക്റ്റ് ആണെങ്കിൽ എവിടെയും ഓക്കെ. അപ്പൊ നമ്മുടെ കൂടുതൽ വിഷയം നീട്ടി വലിക്കുന്നില്ല. ഞാൻ പറഞ്ഞ വിഷയം എന്താണ്? ആർട്ട് ചക്ര എന്ന ചക്ര നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നവരാണെങ്കിൽ, ആർട്ട് ചക്ര എന്ന ചക്ര കടക്കണമെങ്കിൽ ഗ്രീൻ ലവ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അത് ആ ഗ്രീൻ ലവിലൂടെ മുന്നോട്ട് പോയാൽ മാത്രമേ, നമ്മളൊക്കെ എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുന്നവരാണ്, കൃത്യമായ ചിട്ടയായ ഒരു ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുന്നവരാണ്. പക്ഷെ ഇതും കൂടെ നമ്മുടെ കയ്യിലുണ്ടായാൽ തീർച്ചയായും നമുക്ക് നമ്മുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക്, അഥവാ ഈശ്വര ചൈതന്യത്തിലേക്ക് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിലേക്ക് നമ്മൾ എത്തിച്ചേരുക തന്നെ ചെയ്യും. താങ്ക് യു വെരി മച്ച്. ഇത് പോയാ സ്പിരിച്വാലിറ്റിന്റെ ഊപ്പർ കേട്ടപ്പോ പേടിച്ചു പോയി. ബോധം കെട്ടുകണ ഒടിവിളല്ലേ ഇപ്പൊ? ആ കേൾക്കാം. ഓക്കെ എനിവേ, താങ്ക് യു റസാഖ് സർ, താങ്ക് യു സോ മച്ച്. അപ്പം ഇന്ന് ആളുകൾ നല്ല കുറവാണ് അല്ലേ? എന്താന്നറിയില്ല. ഓണം അതുപോലെ നബിദിനൊക്കെ കഴിഞ്ഞ എല്ലാവരും ഒന്ന് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ എന്താണെന്നറിയില്ല, മെമ്പേഴ്സ് നല്ല കുറവുണ്ട്. അപ്പൊ ഗ്രൂപ്പ് ഒന്നും കൂടെ ഒന്ന് ആക്റ്റീവ് ആക്കാൻ നോക്കുക. സോ സാറിന്റെ സെഷനൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാരും കേട്ടു അല്ലെ? ഗ്രീൻ ലവിനെ കുറിച്ച് എല്ലാരും കേട്ടു. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? സർ, നല്ല ആത്മീയതയുടെ ഉയർന്ന തലത്തിലുള്ളത് അറിവ്. സാർ എപ്പം ക്ലാസ് എടുത്താലും എന്തെങ്കിലും ഒന്നും ഉണ്ടാവും. ടേക്ക് അവേ ഒന്നല്ല.
ഇതിൽ ധാരാളം കിട്ടി. നമ്മളെ ജീവിതത്തിൽ പാലിക്കേണ്ട നിയമങ്ങൾ, അത് പാലിച്ചാൽ കിട്ടുന്ന സുഖം അല്ലെങ്കിൽ അനുഭൂതി. നന്നായിട്ടുണ്ട് സാർ ക്ലാസ്, വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. താങ്ക് യു ബഷീർ സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇന്നിപ്പോൾ ആളുകൾ കുറവായതുകൊണ്ട് ഞാൻ ആരെയും വെയിറ്റ് ചെയ്യുന്നില്ല. പെട്ടെന്ന് പറയാവോ ഉള്ളവര്? മാജിക് മോർണിംഗ് പറഞ്ഞോളൂ. കേൾക്കണ്ടാ? യെസ്. നല്ലൊരു ടോപ്പിക്കാണ് നിർത്തിട്ട് വന്നത്. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ആലോചിച്ച് വെച്ചിട്ടാ, ശരിയാണ്. ആ ഒരു ചുവപ്പ് കളറ്, സ്നേഹത്തിന് ആ ഒരു ചുവപ്പ് കളർ കൊടുത്തത് തന്നെ ഒരു ഡേഞ്ചറസും കൂടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ ഏത് രീതിയിൽ എടുത്താലും, ലവിനെ ഏത് രീതിയിൽ എടുത്താലും അത് മുന്നോട്ട് പോകും തോറും ചിലപ്പോൾ അത് ഡേഞ്ചറസ് ആവാം, ഭാഗ്യവശാൽ ചിലപ്പോൾ അത് പച്ചയാവാം. അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ നല്ല ക്ലാസ് ആയിരുന്നു സാറേ. ബഷീർ സാർ പറഞ്ഞതുപോലെ തന്നെ സാറിന്റെ ഓരോ ക്ലാസ്സിൽ നിന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടും. പക്ഷെ ഇന്നത്തെ ക്ലാസ്സിൽ ഒന്നല്ല, മുഴുവനും മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പോയിന്റ്. എനിവേ, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. താങ്ക് സാർ യു. പറഞ്ഞോളൂ. മണി സർ. മാജിക് മോർണിംഗ് സാർ. മാജിക് മോർണിംഗ് പറഞ്ഞോളൂ. വീണ്ടും നല്ലൊരു ക്ലാസ് തന്നെ സാർ. ഇതിനു മുമ്പ് ക്ലാസ് എടുത്തിട്ടുണ്ട്, അന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് എടുത്തത്. 7 ചക്രാസിന്റെ അത് പറയുകയാണെങ്കിൽ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം, അത് പറഞ്ഞിട്ട് അതിന്റെ ഓരോന്നിന്റെ കളറും ഓരോ അതിന്റെ ഫ്ലവേഴ്സിന് എത്ര ഇതളുള്ള ഇതാണെന്നൊക്കെ പറഞ്ഞ് വ്യക്തമായിട്ടുള്ള എന്തൊക്കെ ചെയ്യാൻ പറ്റും. അനാഹത്തിന്റെ മുകളിലേക്ക് സ്പിരിച്വാലിറ്റിയിലുള്ള വഴികളാണെന്ന് വരെ അതുവരെ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ അനാഥം എന്ന് പറഞ്ഞാൽ ഹാർട്ട് ചക്രം, അതിന്റെ കളർ എന്ന് സാറ് പറഞ്ഞു ഗ്രീൻ ആണ് നമുക്ക് മുന്നോട്ട് പോകാൻ. ഇപ്പൊ ട്രാഫിക് ലൈറ്റ് പോലെ സ്റ്റോപ്പ് അതിന്റെ റെഡ് കളർ എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് വേണം മുന്നോട്ട് പോകാനുള്ളതും പറഞ്ഞു. അപ്പോൾ എല്ലാ നമ്മളെ കർമ്മങ്ങളും എത്തിച്ചേരുന്നത് ഒരു ശക്തിയിലേക്കാണ്, ആ സ്പിരിച്വാലിറ്റിയിലേക്ക്. നമ്മൾ നല്ല കർമ്മങ്ങൾ ചിട്ടയോട് കൂടിയിട്ട് ചെയ്യാന്നുള്ളതാണ്. അതിനെ സാറ് പറഞ്ഞത് അൺകണ്ടീഷണൽ ലവ് ആണ്. അതിന് ആത്മാർത്ഥമായിട്ട് അൺകണ്ടീഷണൽ, അതായത് ഒന്നും തിരിച്ചു കിട്ടാതെയുള്ള ഒരു സ്നേഹത്തോടു കൂടി തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് എത്താൻ പറ്റും. അപ്പൊ നമ്മൾ അതിൻ്റെതായ രീതിയിൽ അതേപോലെ നമ്മൾ നല്ല കർമ്മങ്ങളിലൂടെ ഈ പറഞ്ഞ മാതിരി അൺകണ്ടീഷണൽ ലവിലൂടെ നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മളെ എത്തിച്ചേരേണ്ട സ്ഥലത്തേക്ക് അവിടെ സ്പിരിച്വലായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു വഴിയാണെന്ന് നമുക്ക് സാറിന്റെ ക്ലാസ്സിലൂടെ ലഭിച്ചത്. ഏതായാലും വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഈ കളർ അതിൻ്റെ അകത്ത് വെച്ചത് കൊണ്ട് ആർട്ട് ചക്രനെ പറ്റിയിട്ടും അത് ഓരോന്നും പെട്ടെന്ന് ഓർമ്മ വന്നു. സാറിന് മുമ്പുള്ള ക്ലാസ്സിലെ കുറെ കാര്യങ്ങൾ കൂടെ ഓർമ്മ വന്നിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച് സാർ. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സാർ. ഫിനിഷ് അൺമ്യൂട്ട് ചെയ്തിരുന്നു, പറഞ്ഞോളൂ. മാജിക് മോർണിംഗ് സാർ. സാർ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇതുവരെ കിട്ടാത്തൊരറിവായിരുന്നു ഈ ഒരു ഗ്രീൻ ഇതിന്റെ ഒരു കാര്യം. എന്താ പറയാ, ആ ഒരു റെഡും ഗ്രീനും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ നമ്മൾക്ക് വേണ്ടത് ഗ്രീൻ ആണെന്ന് എന്താണ് സാർ നല്ല വ്യക്തമായി മനസ്സിലാക്കി തന്നു. അപ്പൊ താങ്ക് യു സാർ. അപ്പൊ സാറിന്റെ മുമ്പത്തെ ഹാർട്ട് ചക്രന്റെ ക്ലാസ്സിൽ ഞാൻ ഉണ്ടായിരുന്നില്ല, പക്ഷെ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ഇങ്ങനെ ഒരു ഇത് കേൾക്കുന്നത്. അപ്പൊ താങ്ക് യു സാർ, നല്ലൊരു അറിവായിരുന്നു. താങ്ക് യു. സ്കിയോളന്റെ ചാനലിലുണ്ടോ കേട്ടോ? സ്കിയോളൻ നമ്മളെ മാജിക്കിന്റെ ചാനലിലുണ്ടോ? യൂട്യൂബ് ചാനലിലുണ്ടോ? ഓക്കെ സാർ. ഓക്കെ, പറഞ്ഞോളൂ. വേറെ ആരാ? മാജിക് മോർണിംഗ്. വളരെ നല്ലൊരു ടോപ്പിക്. ഗ്രീൻ ലവിനെ കുറിച്ച് സാർ പറഞ്ഞു തുടങ്ങിയപ്പോഴേ നമുക്ക് കാര്യം, അതായത് സാറിന്റെ ഓരോ ക്ലാസ്സുകളിലും അങ്ങനെയാണ്, വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ അതുപോലെ ഹാർട്ടിന്റെ കളർ എന്ന് പറയുന്നത്, അല്ല ലവിന്റെ കളർ എന്ന് പറയുന്നത് ഗ്രീൻ ആണെന്നുള്ള ഒരു കാര്യം അറിയായിരുന്നു. അപ്പോൾ ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ വേറെ ലവിനെ കുറിച്ച് ഇപ്പൊ റെഡ് കളർ കൊടുക്കുന്നത് ഡേഞ്ചറസ് തന്നെയാണ്. അത് ഏത് തലത്തിലെടുത്താലും ആ ഒരു ലെവലിലേക്കാണ് വരുള്ളൂ. അതിൽ നിന്ന് നമ്മൾ മാറി ഗ്രീൻ ലവ്, അതായത് അൺകണ്ടീഷണൽ ലവ് എന്നുള്ള ആ ഒരു
ടോപ്പിക്കിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ബി മാജിക്കിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെ ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടാവും. അത് ഷുവറാണ്. നമ്മൾ അങ്ങനെ ഒന്നും ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ നമ്മളൊന്നും തിരിച്ച് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലല്ല നമ്മളെല്ലാവരും സ്നേഹിക്കപ്പെടുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പോ എന്തായാലും വളരെ നല്ലൊരു ടോപ്പിക്. ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ടുവരുന്നത് ആ ഒരു കാര്യം തന്നെയാണ്. അതായത് റെഡ് ലവിലേക്ക് പോയി അതൊരു ഡേഞ്ചറസിലേക്ക് തന്നെയാണ് വരുന്നത്. സാറ് ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള കുട്ടികളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതൊക്കെ കറക്റ്റാണ്. അതായത് അത്രയും വർഷം നമ്മൾ പരിപാലിച്ച് അത്രയും അവർക്കൊന്ന് ജലദോഷം വന്ന അത്രയും അധികം നമ്മളുടെ ഉള്ളിലേക്ക് ഫീലിംഗ് വരുന്ന ആ മാതാപിതാക്കളെ ഉപയോഗിച്ച് ഒരു സുപ്രഭാതത്തില് വേറൊരു സ്നേഹം തേടി പോവുകയാണ്. പക്ഷെ അതൊന്നും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു എന്താ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലവ് ആണോ എന്നുള്ള ചോദിച്ചാൽ അറിയില്ല. എന്തായാലും വളരെ നല്ലൊരു ടോപ്പിക്, നല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റിയത് തന്നെ നല്ലൊരു ടോപ്പിക് ആയിരുന്നു സാർ. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ, സംസാരിക്കാനാണോ രഞ്ജിത്ത് സാർ? മാജിക് മോർണിംഗ് പറയൂ. മാജിക് മോർണിംഗ് സാർ. ലാസ്റ്റ് ടൈം സാറ് ഈ ഹാർട്ട് ചക്രയെ കുറിച്ച് ക്ലാസ് എടുത്ത് എനിക്കൊന്ന് റേക്കിയുടെ ക്ലാസ്സിലായിരുന്നു തോന്നുന്നു. റേക്കിയുടെ ക്ലാസ് സംസാരിച്ച സമയത്താണ് തോന്നുന്നു ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തത്. അന്നും ഇതുപോലെ ഓരോ ചക്രയെക്കുറിച്ചും അത് എൻഹാൻസ് ചെയ്യുന്ന എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഇപ്രാവശ്യം അത് എനിക്ക് ക്ലാസ് കേട്ടപ്പോൾ പഴയ ക്ലാസ്സിൻ്റെ കാര്യം ഓർമ്മ വന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, താങ്ക് യു ഓൾ. പിന്നെ ആരെങ്കിലും ഉണ്ടോ ഫീഡ്ബാക്ക് പറയാൻ? സാറേ ഒരു സംശയം ചോദിച്ചോട്ടെ? സാർ അത് അന്ന് ക്ലാസ് എടുത്ത സമയത്ത് അതിന്റെ വളർച്ച 21 to 28 അതൊന്ന് വിശദീകരിക്കാവോ സാറേ? അത് ഓരോ ചക്രക്കും ചക്രാസ് കൃത്യമായി പഠിക്കണം, ആദ്യം മുതൽ അവസാനം വരെ. അതിന്റെ വളർച്ചാ കാലഘട്ടങ്ങൾ, ഓരോ ചക്രത്തിനും വളർച്ചാ കാലഘട്ടം ഉണ്ട്. അതായത് ആ ഒരു പ്രായമാകുമ്പോഴേക്കും അത് എത്തിച്ചേരും എന്നുള്ളതാണ്. അത് 20-21 വയസ്സാകുമ്പോഴേക്കും ഹാർട്ട് ചക്രയുടെ വളർച്ച കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് അതിന്റെ കപ്പാസിറ്റി കഴിഞ്ഞു എന്നല്ല എൻ്റെ അർത്ഥം. പിന്നീട് അങ്ങോട്ട് വളർച്ചയില്ല, പിന്നീട് അങ്ങോട്ട് വളരുകയില്ല. അപ്പൊ നമ്മളൊക്കെ ഒരു വളർച്ചാ കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്കൊക്കെ, അല്ലേ? വളർച്ചാ കാലഘട്ടം അത് കഴിഞ്ഞ പിന്നെ വളരില്ല, ആ വലിപ്പത്തിൽ തന്നെ ആയിരിക്കും. വലിപ്പം എപ്പോഴും അതേ ഉണ്ടാവുള്ളൂ. തടി ഒന്ന് നന്നാവും, ചിലപ്പോൾ ഒന്ന് കുറയും, അല്ലാതെ വലുതാവില്ല. അപ്പൊ ഇതിനൊക്കെ ഓരോ വളർച്ചാ കാലഘട്ടങ്ങളുണ്ട്. ഓരോ ചക്രത്തിനും വളർച്ചാ കാലഘട്ടം ഉണ്ട്, നിറമുണ്ട്, ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഇതളുകളുണ്ട്, അതിന് അഫർമേഷൻ ഉണ്ട്, മൂലമന്ത്രങ്ങളുണ്ട്. മൂലമന്ത്രത്തിന്റെ ഉള്ളിൽ വേറൊരു രഹസ്യമുണ്ട്. ഓരോ മൂലമന്ത്രത്തിനും അതിൻ്റെ ഉള്ളിൽ വേറൊരു രഹസ്യം അടഞ്ഞു കിടക്കുന്നുണ്ട്. അങ്ങനെ അതിന്റെ പിന്നിൽ പോയാൽ അതിനെ ഒഴിവുണ്ടാവുള്ളൂ. ഓരോ ചക്രയുടെ വേക്കിൽ പോയാൽ അങ്ങനെ പോയി 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 കുറെ പോകാണ്ടാവും. അപ്പൊ അതിനായിട്ട് നല്ല കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ട് നിർത്തിയൊക്കെയാണ്. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ, ബാക്കിയുള്ളവർക്ക് പറയാനുണ്ടോ എന്തെങ്കിലും? വീണ്ടും ആളുകൾ പോയോ? മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ് പറഞ്ഞോളൂ. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കേൾക്കുന്നത്. മുന്നേ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതൊന്ന് കാണണമെന്നുണ്ട്. അൺകണ്ടീഷണൽ ലവ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് കേൾക്കാൻ, സാർ പറയുന്നത് തന്നെ കേൾക്കാനൊരു രസമുണ്ടായിരുന്നു. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. മുന്നിലെ ക്ലാസ്സിൽ 7 ചക്രാസ് മെഡിറ്റേഷൻ എന്നാണ് അതിന്റെ പേരിട്ട. 7 ചക്രാസ് മെഡിറ്റേഷൻ എന്നാണ് നമ്മുടെ ചാനലിൽ ഉണ്ടാവും. ഓക്കെ സാർ, കാണാം. വേറെ ആരില്ലല്ലോ? ഇനി ആരെങ്കിലും ഉണ്ടോ? അഥവാ മ്യൂട്ടാണ് അൺമ്യൂട്ട് ചെയ്യാം. ഇതുവരെ അൺമ്യൂട്ട് ആക്കിയാണ്ട് ഇപ്പൊ പറയാൻ നേരത്തെ മ്യൂട്ട് ആക്കിയിരുന്നു. പറഞ്ഞോളൂ. റസാഖ് ഞാൻ ആദ്യമാണ് ഈ ചക്ര ഇത് കേൾക്കുന്നത്.
എങ്കിലും നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ഞാൻ മുമ്പ് യൂട്യൂബിൽ കേട്ടിട്ടുണ്ട്, പക്ഷെ കൂടുതൽ എനിക്ക് അറിയില്ല അതിനെ പറ്റിയിട്ടൊന്നും. ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. യൂട്യൂബില് ഫുള്ളായിട്ട് ഉണ്ടാവില്ല. ഇത് ഫുള്ള് ആരും അങ്ങനെ അത്ര പെട്ടെന്ന് കൈവിട്ട് കൊടുക്കൂല. കാരണം ഇതിനൊരു പക്വത വരണം, എന്നാലേ ഈ 7th ക്ലാസ് കാര്യമായിട്ട് പഠിക്കാൻ കഴിയുള്ളൂ. അല്ലാത്തവർക്ക് സാധാരണഗതിയിൽ യൂട്യൂബിലൊക്കെ കിട്ടും, സാധാരണക്കാർക്ക് മനസ്സിലാക്കാം. പക്ഷെ ഒരു പക്വത വരാഞ്ഞാല് ഒരു സ്ഥിരമായി മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, മനുഷ്യരെ കണ്ടാൽ മനസ്സിലാകുന്ന വ്യക്തിക്കൊക്കെയാണ് 7th ക്ലാസ് ശരിക്കും കാര്യമായി പഠിക്കാൻ കഴിയുള്ളൂ. അതല്ലാതെ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താവും, ആള് പിടിവിട്ടു പോകും, ചിന്തിച്ചിട്ട് പിടിവിട്ടു പോകും. കാരണം ഓരോ വാക്കിന്റെയും ബേക്കിൽ ഒരുപാട് ചരിത്രങ്ങൾ വായിക്കേണ്ടി വരും. കാരണം ഈ ഓം എന്നൊരു മന്ത്രമുണ്ട്. നമ്മളൊക്കെ കാണുമ്പോൾ ഓം എന്ന മന്ത്രം അമ്പലത്തിന്റെ മുന്നിൽ ഇങ്ങനെ തൂക്കിയിട്ടതായിട്ടാണ് നമ്മൾ കാണുക. ഒരു ടെമ്പിളിന്റെ മുന്നിൽ ഇങ്ങനെ ഓം എന്ന മന്ത്രം ഉണ്ടാവും. ഇത് പെട്ടെന്ന് കാണുമ്പോൾ എന്നെ പോലുള്ള ഒരാള്, അഥവാ ഒരു മുസ്ലിമായ ഒരാളൊക്കെയാണ് കാണുമ്പോൾ ഓം എന്നോ ഇത് ചെല്ലാൻ പാടില്ലല്ലോ എന്നായിരിക്കും ചിന്തിക്കുക. പക്ഷെ ആ ഓം എന്ന മന്ത്രത്തിന്റെ പിന്നിലൂടെ യാത്ര ചെയ്താൽ അത് എത്തിച്ചേരുന്ന ഒരു വഴിയുണ്ട്. ആ വഴിയാണ് നമ്മളടക്കം സൂഫി വര്യന്മാരും നമ്മുടെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ വഴി, അതേ വഴിയാണ്. അപ്പോ ഈ ലോകത്തുള്ള സകലമാന ജനങ്ങളും, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ആണ്, പെണ്ണ്, അങ്ങനെ ഒരു വകുപ്പില്ലാതെ എല്ലാവരും എത്തിച്ചേരുന്നത് ഒരൊറ്റ സ്പിരിച്വാലിറ്റിയിലേക്കാണ്. അപ്പൊ അതാ ഞാൻ സൈമിനെ നേരത്തെ പറഞ്ഞു, സൈമിനോട് മെസ്സേജ് ഇട്ടിരുന്നു, ഇതിന്റെ പിന്നിലൂടെ യാത്ര ചെയ്താൽ പിടിവിട്ടു പോകും. കാരണം അവളത് പഠിച്ചതാണ്, സൈമിനത് പഠിച്ചതാണ്. അതുകൊണ്ടാ പറഞ്ഞത് ഇതിന്റെ പിന്നിൽ പിടിവിട്ടു പോകും. അപ്പൊ പിടിവിടാതെ നമ്മൾ പഠിച്ചെടുക്കണം. നമ്മൾ സാധാരണഗതിയിൽ യൂട്യൂബിൽ ഇങ്ങനെ കാണുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷെ ഒരു ഗുരുനാഥന്റെ കയ്യിൽ നിന്നാണ് എപ്പോഴും നല്ലത്. ഒരു ഗുരുവിന്റെ കയ്യിൽ നിന്ന് നേരിട്ട് ഹക്കീകത്തിന്റെ അതാണ് ഹക്കീകത്തിലേക്കുള്ള നല്ല ക്ലാസ് ആണ്, നല്ല അടിപൊളി ക്ലാസ് ആണ്. ആത്മവിദ്യ കൈമാറുന്നു എന്നാണ് ഇതിന്റെ പറയല്. ആത്മവിദ്യ എന്ന് പറഞ്ഞാല് ആ ഗുരുവിൽ നിന്ന് തന്നെ സ്വീകരിക്കണം, അതല്ലാതെ നമ്മൾ യൂട്യൂബിൽ നിന്ന് കണ്ടാൽ ശരിയാവില്ല. താങ്ക് യു. ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ. സാറ് ഞാന് ഈ ആർട്ട് ഓഫ് ലിവിങ്ങിൽ ഉണ്ട്, ഇതിന്റെ ഗുരുജി ഇതിൽ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിങ്ങനെ ചെയ്ത് തുടങ്ങുന്നുണ്ട്. പക്ഷെ ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പൊ സാർ പറഞ്ഞപ്പോഴേ എനിക്ക് അതിനെപ്പറ്റി അറിയുന്നത്. അത് എല്ലാം ഒരുപാട് മെഡിറ്റേഷനുകൾ ഉണ്ട്. അതില് ഒന്ന് 7 ചക്ര അന്ന് സാർ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് അതാണ് നല്ലത് എന്നൊരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് അതിനെ പറ്റിയൊക്കെ മനസ്സിലാക്കിയത്. ഓക്കെ. യാശലീവിന് നിങ്ങൾ അവരെ ഒരു ക്ലാസ്സിൽ പങ്കെടുത്തിട്ട് കാര്യമില്ല. അവര് 2-3 സെക്ഷനായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. ഫസ്റ്റിലൊരു സെക്ഷൻ തരും, അതിനുശേഷം വീണ്ടും 2ാമത്തെ ഒരു സെക്ഷൻ തരും, അതിനുശേഷം 3ാമതൊരു സെക്ഷൻ തരും. അപ്പോ തന്നെ നിങ്ങൾ പക്വത എത്തിയിട്ടുണ്ടാവും. മനസ്സിലായോ? അപ്പോ നിങ്ങൾ പക്വതയിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോഴാണ് അവർ യഥാർത്ഥമായ സ്പിരിച്വാലിറ്റി തരിക. അതിന് മുമ്പ് അവര് തരില്ല. ഞാൻ ഫസ്റ്റ് ജോയിൻ ചെയ്യണമെന്ന് വിചാരിച്ച അവര് 2000-3000 വാങ്ങും. ഈ 2000-3000 വാങ്ങുന്നുണ്ട് അവരുടെ തന്നെ അവിടെ ഉള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അതല്ലാതെ അവര് കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. അവിടെ ഭക്ഷണം കൊടുക്കാനാണ്. അപ്പോ അത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒരു ലെവലില് പഠിപ്പിച്ചു തരും. അത് മതി, ആരോഗ്യകരമായി ജീവിക്കാനും സന്തോഷകരമായി ജീവിക്കാനും അത് മതി. പിന്നെയും നിങ്ങൾ അവരെ ബന്ധപ്പെടുകയാണെങ്കിൽ 2ാമതൊരു കോഴ്സ്, അത് കുറച്ചുകൂടി പവർ ഉള്ളതായിരിക്കും. വീണ്ടും നിങ്ങൾ അവരെ ബന്ധപ്പെടുകയാണെങ്കിൽ 3ാമത് അവരൊരു കോഴ്സ്, ആ കോഴ്സ് ഒന്നൊന്നര സ്പിരിച്വാലിറ്റി ആയിരിക്കും. ചിലപ്പോ ഭക്ഷണം വേണ്ടെന്നൊക്കെ പറയും. ഒരു ദിവസം ഭക്ഷണം കഴിക്കില്ല വെച്ചിട്ടൊന്നും സംഭവിക്കൂല എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോ ആ ഒരു ലെവലിലേക്ക് എത്തും. അപ്പൊ അതിന് നിങ്ങൾ എത്തുന്ന നല്ലൊരു സംഖ്യ പോയിട്ടുണ്ടാവും. നല്ല ഒരു കാലഘട്ടം, അതായത് ചുരുങ്ങിയത് ഒരു വർഷം തന്നെങ്കിലും അതിന്റെ പിന്നിൽ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടാവും. അപ്പോഴേക്കും നിങ്ങളൊരു പരുവത്തിൽ എത്തിയിട്ടുള്ള ഒരു പക്വത. ഇതാണ് ഇതിന്റെ ബേസിക്. നിങ്ങൾ എത്ര കണ്ട് യാത്ര ചെയ്യുന്നു അത്ര കണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എത്ര കണ്ട് അറിവിന്റെ പിന്നാലെ യാത്ര ചെയ്യുന്നു അത്ര കണ്ട് അറിവുകൾ നമ്മളിലേക്ക് വരും. പ്രപഞ്ചം അത്രമാത്രം അറിവുകളാണുള്ളത്. പക്ഷെ നമ്മൾ യാത്ര ചെയ്യൂല, അതാണ് പ്രശ്നം. യാത്ര ചെയ്താൽ തീർച്ചയായിട്ടും ലഭിക്കും.
അതിനാണ് പണ്ടത്തെ കാലത്ത് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടല്ലോ, അറിവ് എന്ന് പറഞ്ഞാൽ ഒരു കടലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? കടല് ചെല്ലും തോറും ആയം കൂടി വരുന്ന ഒരു കടലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പഠിച്ചോളി കയ്യുങ്ങി. ഇത്രേ ഉള്ളൂ. താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു, താങ്ക് യു. വേറെ ആർക്കെങ്കിലും? ഇല്ല, വൈകിട്ട് ഓൾമോസ്റ്റ് എല്ലാരും പറഞ്ഞു. അത്ര പേരപ്പം ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇനി ഓരോരുത്തർക്കും ഒരു വിധിയില്ലേ കേൾക്കാൻ? സത്യം അത്. അപ്പോ കേൾക്കാൻ വിധിച്ചവര് വരും. അതെ. യെസ്, അപ്പൊ ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലെ? എന്നാല് റസാഖ് സർ, ഷൈമിന മാമാണ് ഇത് ചെയ്തോണ്ടിരിക്കണേ. 7 പഠിച്ചിട്ടുണ്ട്. ആണോ? ആ. അല്ല, എനിക്ക് അതിനെ പറ്റിയൊക്കെ ഒന്ന് അറിയണമെന്നുണ്ടേ. എനിക്കൊന്ന് സംസാരിക്കാനായിരുന്നു. ആ. താങ്ക് യു. വൈൻഡപ്പ് ചെയ്തോളൂ. ഓക്കെ. അപ്പം ഇന്ന് ഗ്രീൻ ലവിനെ കുറിച്ച് നല്ലൊരു സെഷൻ തന്നെ റസാഖ് സാർ എടുത്തു അല്ലെ? അപ്പം ഈ ഒരു സെഷൻ എടുത്ത റസാഖ് സാറിനും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത് നല്ല ഫീഡ്ബാക്കുകളൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള ദി മാജിക് ടീം മെമ്പേഴ്സിന് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പം എല്ലാവർക്കും ലീവ് ചെയ്യാം. ഹാവ് എ നൈസ് ഡേ. ബൈ. താങ്ക് യു. Thank you, sir. Thank you, Rasaq sir. Thank you all. Thank you so much.